ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ യു എസ് വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്ങനെയാണ് യു എസ് വിസ അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെ അത് ലഭ്യമാക്കാമെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നു. വിസ അപ്ലൈ ചെയ്യുന്നതിന് ഏറ്റവും ആദ്യം വേണ്ടത് വാലിഡ് ഇന്ത്യൻ പാസ്പോർട്ടാണ്. ഒരു 6 മാസമെങ്കിലും വാലിഡിറ്റി ഉള്ള പാസ്പോർട്ടായിരിക്കണം അത്. ഇല്ലെങ്കിൽ അത് റിന്യൂ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. സ്റ്റെപ്പ് 1, വിസ ടൈപ്പ് ഏതെന്ന് തീരുമാനിക്കുക. പ്രധാനമായും 2 വിസ കാറ്റഗറീസ് ആണുള്ളത്. ഒന്ന് നോൺ ഇമിഗ്രന്റ് വിസയും ഒന്ന് ഇമിഗ്രന്റ് വിസയും. നോൺ ഇമിഗ്രന്റ് വിസ എന്ന് പറഞ്ഞാൽ താൽക്കാലിക സ്റ്റേക്ക് ഉള്ളതാണ്. ഇമിഗ്രന്റ് വിസ പെർമനന്റ് സ്റ്റേക്കാണ്. അപ്പോൾ നമുക്ക് ഒരു ഷോർട്ട് ടേം വിസിറ്റ് അല്ലെങ്കിൽ ബിസിനസ് ടൂർ അല്ലെങ്കിൽ ടൂറിസം, ഇതിനെല്ലാം വേണ്ടത് നോൺ ഇമിഗ്രന്റ് വിസയാണ്. ടൂറിസം ഓർ ബിസിനസ് B1 B2 വിസയാണ്. നമുക്ക് B1 B2 വിസ തിരഞ്ഞെടുക്കാം. സ്റ്റെപ്പ് 2, വിസയ്ക്കുള്ള ആപ്ലിക്കേഷൻ ഫോം റെഡിയാക്കണം. അതിനുള്ള ഫോമിന്റെ പേരാണ് DS-160. നമുക്കിത് ഓൺലൈനായിട്ട് ചെയ്യാം. കോൺസുലർ ഇലക്ട്രോണിക് ആപ്ലിക്കേഷൻ സെന്റർ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ DS-160 ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നത്. ഈ വെബ്സൈറ്റിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഫില്ല് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഒരു ബാർകോഡഡ് ആയ കൺഫർമേഷൻ പേജ് നമുക്ക് ലഭിക്കും. അത് നമ്മൾ പ്രിന്റ് എടുത്ത് വെക്കുക. സ്റ്റെപ്പ് 3, നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫീ US വിസ ഷെഡ്യൂളിംഗ് പോർട്ടലിലൂടെ അടയ്ക്കുക എന്നതാണ്. US വിസ ഷെഡ്യൂളിംഗ് പോർട്ടലിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിലൂടെയാണ് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടത്. ഇവിടെ നിങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകുന്നതെങ്കിൽ ഒന്നിച്ച് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഫീസ് അടയ്ക്കുന്നതിന് മുൻപ് US വിസ ഷെഡ്യൂളിംഗ് പോർട്ടലിൽ ഒരു പ്രൈമറി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഫാമിലി മെമ്പേഴ്സ് ഓരോരുത്തരെയായി അതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ആ അക്കൗണ്ടിലൂടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിന്റെയും ഫീസ് അടയ്ക്കുക. ഒരാൾക്ക് $185 ആണ് ഇപ്പോൾ ഫീസ്. US വിസ ഷെഡ്യൂളിംഗ് പോർട്ടലിലാണ് ഫീസ് അടയ്ക്കേണ്ടത്. സ്റ്റെപ്പ് 4, അടുത്ത സ്റ്റെപ്പ് സെയിം US വിസ ഷെഡ്യൂളിംഗ് പോർട്ടലിൽ 2 അപ്പോയിന്റ്മെന്റ്സ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഒന്ന് VAC അപ്പോയിന്റ്മെന്റ്. ഇത് ഫിംഗർ പ്രിന്റിനും ഫോട്ടോഗ്രാഫിനും വേണ്ടിയുള്ളതാണ്. ഇത് കോൺസുലാർ ഇന്റർവ്യൂവിന് മുൻപ് ചെയ്യേണ്ടതാണ്. 2 കോൺസുലാർ ഇന്റർവ്യൂ. ഇത് ഇന്ത്യയിലുള്ള US എംബസി ആൻഡ് കോൺസുലേറ്റ് ഓഫീസിലെ കോൺസുലാർ ഓഫീസറുമായുള്ള ഒരു പേഴ്സണൽ ഇന്റർവ്യൂവിന് വേണ്ടിയുള്ളതാണ്. ഈ 2 അപ്പോയിന്റ്മെന്റും അടുത്തടുത്തുള്ള 2 ദിവസവും അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും അടുത്തുള്ള എംബസിയിലും ആയാൽ ഏറ്റവും നല്ലതും സേഫുമായിരിക്കും. സ്റ്റെപ്പ് 5, അടുത്ത സ്റ്റെപ്പ് ഈ അപ്പോയിന്റ്മെന്റ്സ് അറ്റൻഡ് ചെയ്യുക എന്നതാണ്. DS-160 കൺഫർമേഷൻ പേജ്, അപ്പോയിന്റ്മെന്റ് ലെറ്റർ, ഫീ റെസീറ്റ്, വാലിഡ് ഇന്ത്യൻ പാസ്പോർട്ട്, ഫൈനാൻഷ്യലും ട്രാവലുമായി ബന്ധപ്പെട്ട സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എന്നിവയുമായി വേണം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ. കോൺഫിഡൻസോടുകൂടി വിസ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും നമ്മൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വരും എന്നും, അതായത് ഹോംലാൻഡുമായി നമുക്ക് സ്ട്രോങ് ടൈസ് ഉണ്ട് എന്നും നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായും നമുക്ക് വിസ ലഭിക്കും. DS-160 ഫോം ഫില്ല് ചെയ്യുന്നതിന് ഈ ലിങ്കിൽ കാണുന്ന വീഡിയോ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് RVG Insights.